Hi dears, welcome back to my channel. വന്നിട്ടുള്ളത് ഒരു ഗ്രേവിയും കൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി കറികളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് ചിക്കനോ മട്ടനോ ബീഫും അതുപോലെ തന്നെ മുട്ടക്കറി ആയാലും ഇനിയിപ്പോൾ സാമ്പാറായാലും നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം ചിലവാക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലൊരു ഗ്രേവി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ കറി വെക്കേണ്ടത് ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. അത് ഇനി ഏത് കറി ആയാലും കേട്ടോ. അതിനായിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ പച്ചമല്ലി 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് ഒന്ന് മാറുന്നവരെ വറുത്താൽ മതി. അധിക സമയം വറുത്തെടുക്കണ്ട കേട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്നാണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൾസ് മോഡിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ തേങ്ങ എല്ലാതും ഒരേ ഒരു വലിപ്പത്തിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കരിഞ്ഞു പോവുകയില്ല, വേവാതിരിക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില അപ്പോൾ ഞാൻ ഒരു 2 തണ്ടോളം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതിലെ കറിവേപ്പിലയിൽ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്നങ്ങ് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാതും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഓരോ പ്രാവശ്യവും അത് പറയാനുള്ള കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടാനും വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കരുത്. അപ്പം നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഗുണവും നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കറിവേപ്പില ഒന്ന് വെള്ളം വറ്റി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏകദേശമൊക്കെ കറിവേപ്പില അങ്ങ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 6-7 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് മൊരിഞ്ഞ് വരുന്നവരെ ചെറിയ തീയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ വറ്റൽമുളകും കൂടി ഒന്നങ്ങ് മൊരിഞ്ഞ് വന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ സ്പൂണിന് 1 സ്പൂണാണ് കുരുമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളകും കൂടെ ചേർത്ത് അതും നമുക്കിതിലിട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കണം. ഞാനിതിലേക്ക് ഗരം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പച്ചക്കറിയിലും മുട്ടക്കറിയിലും ഒക്കെ ചേർക്കുമ്പോൾ ഗരം മസാലയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഗരം മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത് നമ്മളിത് ഈ ഗ്രേവി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളിത് സെപ്പറേറ്റ് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. പക്ഷേ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലായിട്ടും കിട്ടുക. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഇതിൽ കിടന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേവി നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി ആകട്ടെ, വെജിറ്റബിൾ കറി, അതുപോലെ മുട്ടക്കറി, പിന്നെ നമ്മളുടെ സാമ്പാർ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയിലും മട്ടൻ കറിയിലും ഒക്കെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ സാമ്പാർ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു മല്ലിയും തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു റോസ്മെല്ല് മാറുന്നത് വരെ നമ്മൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് നേരത്തെ വറ്റൽമുളകും അതുപോലെ തന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് അത്യാവശ്യം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഏകദേശം 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരു ഗ്രേവിക്ക് നല്ലൊരു കളറും അതുപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും അതേ നല്ലൊരു രുചിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാശ്മീരി മുളക് പൊടി ഈ ഒരു ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ ആ റോസ്മെല്ല് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഏകദേശം 1-2 മിനിറ്റോളം നമ്മളിത് ഇളക്കിയെടുക്കും. അപ്പോഴത്തേക്കും നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ.
ഇതുപോലത്തെ ഒരു ഗ്രേവി നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഒരു മുട്ടക്കറിയൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു ഗ്രേവിയിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പാലെടുക്കാനും തേങ്ങ അരയ്ക്കാനും ഒന്നും നിൽക്കണ്ട. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഈസിയുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ പറഞ്ഞത്. ഇതുപോലത്തെ ഒരു ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കറി വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ. ഇപ്പോൾ ദാ നമ്മളുടെ ഈ ഒരു മസാല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം, കാരണം അതിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പൊടിയായിട്ടല്ല കേട്ടോ വരിക, ഇത് നല്ലൊരു ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടുക. എത്ര കാലം നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചാലും ഇത് കേടാവൊന്നുമില്ല. അപ്പോൾ അതാ ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നമുക്ക് ഈ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഏത് കറികളാവട്ടെ നമുക്ക് തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ വളരെ ഉപകാരമാണ് ഇതുപോലത്തെ ഒരു ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് കാലം വെച്ചാലും ഇത് കേടാവത്തൊന്നുമില്ല. അപ്പോൾ ഞാനിത് സാധാരണയായിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രീസറിലും അതുപോലെ തന്നെ കുറച്ച് ഫ്രിഡ്ജിലുമാണ് സൂക്ഷിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറികൾ ഉണ്ടാക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും, ഇത് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.